നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ, അഥവാ വേറെ വല്ലോടത്തും ചെന്ന് പെടുമോ? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകാവുന്നതാണ്. അവർക്ക് വിദൂര നമസ്കാരം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ താല്പര്യത്തോടെ, ആകാംക്ഷയോടെ, എന്നാൽ 60-70 വയസ്സ് കഴിയുമ്പോൾ വളരെ ഭയത്തോടെ ആളുകൾ അവരോടും മറ്റുള്ളവരോടും ചോദിക്കുന്നതാണ്, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? പോകും എന്നതിന് വല്ല ഉറപ്പുമുണ്ടോ? പോകുമെന്ന് വിശ്വസിക്കാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇങ്ങനെ അനേക ആളുകൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് അരനൂറ്റാണ്ടുകളായി അനേക സത്യക്രിസ്ത്യാനികൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചോദ്യം വളരെ ലളിതമാണ്, ഞാനത് ഉന്നയിച്ചു കഴിഞ്ഞു. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? കണ്ടുപിടിക്കാൻ വല്ല മാർഗവുമുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടാനുള്ള പരമരഹസ്യം. അതിൻ്റെ ഇതിവൃത്തം രചിക്കുന്നതിന് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ആശയങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റേതായ ഒരു പശ്ചാത്തലം ഉണ്ടാകണം. ഒരാശയവും ശൂന്യതയിൽ സ്ഥിതി ചെയ്യുന്നില്ല. അതിൻ്റേതായ രൂപവും ഭാവവും താളവും മേളവും പശ്ചാത്തലവും ഇതിവൃത്തവും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിവുള്ളതാണ്. നിങ്ങൾ ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പാഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മീൻമുട്ടി വാട്ടർഫോൾസ് കാണാൻ ഒത്തിരി നാളിന് മുൻപ് പോയ ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് മാത്രമല്ല, പലയിടങ്ങളിൽ ഇന്ത്യക്കും വെളിയിലുമൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം, ഇങ്ങനെ വെള്ളം പാഞ്ഞു വരുമ്പോൾ, താഴേക്ക് നിപതിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ ചില ചിന്തകൾ ഉണർത്തിയിട്ടുണ്ട്. പ്രകൃതി എപ്പോഴും ചിന്തിക്കുവാനുള്ളൊരു ആഹ്വാനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. യേശുവും അതേ വഴിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. വയലിലെ താമരയെ നോക്കുവീൻ, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഈ സൂചന നന്നേ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് വെള്ളം, നമുക്കറിയാം, ഗംഗോത്രിയിൽ നിന്ന് ആരംഭിച്ച് ഒഴുകി വന്നാണ് എത്രയോ സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് പ്രയോജനമായത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ അതിനോട് കൊടും പാതകം ചെയ്യുന്നു. അത് മറ്റൊരു കാര്യമാണ്, അതിൻ്റെ ഇപ്പോഴത്തെ വിഷയമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്നു. താഴേക്കാണ് ഒഴുക്ക്, മുകളിലേക്കല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളം ഭൂമിയുടെ ഗുരുത്വാകർഷ ശക്തി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ പുൾ, അതിന് വിധേയമായിട്ടാണ് ഒഴുകുന്നത്, താഴോട്ട് ഒഴുകുന്നത്. അപ്പോൾ ഭൂമിയുടെ ഒരു ആകർഷണം, അത്രമാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഭൂമിയുടെ ഒരു ആകർഷണം. ഈ ഹിന്ദു ദർശനത്തിൽ പറയുന്ന അത്ഭുതം കൗതുകരമായ ഒരു കാര്യമുണ്ട്. അത് ഈ തരുണത്തിൽ നമുക്ക് അർത്ഥവത്തായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അവർ പറയുന്നത്, ഇപ്പോൾ ഒരു ജീവനുള്ള ഒരു സൃഷ്ടി, ലിവിങ് ക്രീച്ചർ, ഇപ്പം മനുഷ്യനെ എടുത്താലും അവയിൽ നിന്ന് താഴോട്ട് വീഴുന്നതെല്ലാം മലിനമാണ്. ഇപ്പം മലം, മൂത്രം ഇത്യാദികൾ മലിനമാണ്, താഴോട്ട് വീഴുന്നു. എന്നാൽ ഉയരത്തിലേക്ക് പോകുന്നത് പവിത്രമാണ് എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രത്യാശ. പക്ഷേ ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ വളരെ ലളിതമായൊരാശയമാണ്. താഴോട്ട് പോകുന്നത് നികൃഷ്ടവും ഉയരത്തിലേക്ക് പോകുന്നത് ഔന്നത്യമേറിയതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മാഹാത്മ്യമേറിയതുമാണ് എന്ന ഹിന്ദു ലോകദർശനത്തിൻ്റെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട്.
ഇതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. ഈ പന്നിയുടെ പ്രത്യേകത എന്താണെന്ന് യേശു ക്രിസ്തു നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല അങ്ങനെ പറയുമായിരുന്നില്ല. പന്നി എപ്പോഴും തല താഴോട്ട് താഴ്ത്തി മൂക്ക് നിലത്ത് മുട്ടിച്ചൊരച്ചാണ് നടക്കുക. അപ്പൊ താഴേക്കാണ് അതിൻ്റെ ശ്രദ്ധ. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കുന്ന ഒരു പന്നിയെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പന്നികളെ ചരിത്രത്തിൽ ഇന്നുവരെ ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ എപ്പോഴും അതിൻ്റെ താല്പര്യം താഴേക്കാണ്. ഈ ഒരു വ്യത്യാസം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരം കിട്ടും എന്നതാണ് എൻ്റെ ഒരു സാമാന്യമായ ബോധം. അതായത്, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നുവോ അതോ നിങ്ങളുടെ ലക്ഷ്യം മറ്റെവിടെയോ ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ, ആത്മാവിൻ്റെ ഇപ്പോഴുള്ള സ്വാഭാവികമായ താല്പര്യം എന്താണ്? അത് ഉന്നതമേറിയതാണോ അതോ നീചമാണോ? നിങ്ങളുടെ ആത്മാവ് തല ഉയർത്തി ഉന്നതമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ അതോ തികച്ചും താണ രീതിയിൽ? നമ്മൾ അല്പത്തരം എന്ന് പറയത്തില്ല. അല്പത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പന്നി ഇങ്ങനെ നടക്കുന്നത് പോലെയാണ് മനുഷ്യൻ അല്പത്തരം. എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ, നീചമായ കാര്യങ്ങൾ, മനുഷ്യർക്ക് വലിയ ഗുണമൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ അത് ഊതി വീർപ്പിച്ച് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞതിന് വേണ്ടി യുദ്ധം ചെയ്യാനും ചാകാനും കൊല്ലാനും ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു സ്വഭാവമാണ്. അത് ഈ ഭൂമിയോടുള്ള, അതായത് ഈ ലോകത്തിൽ മാത്രമാണ് എൻ്റെ ജീവിതം, ഇവിടെ മാത്രമാണ് യാഥാർത്ഥ്യം. നാം വലിയ വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ സുറിയാനിക്രിസ്ത്യാനി കമിണ് വീണാൽ കാപ്പണം കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലുണ്ടാക്കിയ ഞാനല്ല, എൻ്റെ ചെറുപ്പം പോലെ ഞാനത് കേൾക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ താല്പര്യം ഇതാണ് എന്നാണ് എൻ്റെ അർത്ഥം. ആ താല്പര്യം നമ്മെ അടക്കി ഭരിക്കുന്നിടത്തോളം കാലം നമുക്ക് കീപ്പോട്ട് പോകാനാണ് അർഹതയുള്ളത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ തരുണത്തിൽ പ്രസക്തമായ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ്? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉന്നതമായ കാര്യങ്ങളിൽ സ്ഥാപിക്കുവിൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് ദാറ്റ് ആർ ഹൈ. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെ ടെലിവിഷൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കാർട്ടൂണാണ്. കാർട്ടൂൺ. എന്നാൽ കുറച്ചൊക്കെ വളർച്ചയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ, ബൗദ്ധികമായ പക്വതയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ എന്നോടൊരു വിരക്തി തോന്നണം, അല്ലെങ്കിൽ ഏതോ കുഴപ്പമുണ്ട്. പിന്നെ ആശയപരമായ പരിപാടികളുണ്ടെങ്കിൽ അത് കാണാൻ താല്പര്യം കാണിക്കും. എന്നാൽ 80 വയസ്സുള്ള ഒരുത്തരും കാർട്ടൂൺ കണ്ടേ ഉറങ്ങാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഇച്ചിരി ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആത്മീയ ഗോളത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ അന്ത്യകാലത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായി പറയുന്നത്, ആ കാലത്ത് ഓരോരുത്തരും അവനവൻ കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, അവനവൻ്റെ കാതിന് ഇമ്പമുള്ള കാര്യങ്ങൾ പറയാൻ ആർക്കാണ് സാമർഥ്യം കൂടുതൽ, അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് നടക്കും. They will have an itching here എന്നാണ് പറയുന്നത്. They will have an itching here. അവർക്ക് യാഥാർത്ഥ്യം അറിയണമെന്നില്ല, നിത്യസത്യങ്ങൾ അറിയണമെന്നില്ല, ജീവിതത്തിൻ്റെ ആഴമേറിയ സാധ്യതകൾ എന്താണെന്ന് അറിയണമെന്നില്ല, ഉന്നതമായ ചിന്തകളോട് വിരക്തിയാണ്. അവർക്ക് താല്പര്യമുള്ള തറപരിപാടികൾ നമ്മൾ പറയത്തില്ലേ, അതിലാണ് അവരുടെ രുചി മുട്ടി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ അന്വേഷിച്ചവർ നടക്കും. യഥാർത്ഥത്തിൽ
മനുഷ്യമാഹാത്മ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ, മനുഷ്യമാഹാത്മ്യത്തെ പരിപോഷിക്കുന്ന വിധത്തിലുള്ള ചിന്തകളും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യുന്ന ആളുകളോട് അവർക്ക് വെറുപ്പ് തോന്നും. കച്ചറ പറയുന്ന ആളുകൾ, വളിപ്പ് പറയുന്ന ആളുകൾ, മനുഷ്യന് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നടക്കുന്നവരുടെ പുറകെ അവർ പോകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആജീവനാന്തം ജീവിച്ചിട്ട് ഒരു 10 ഹല്ലേലൂയായും ഗ്ലോറി ഹല്ലേലൂയായും ഒരു 1.5 മുറി മറുഭാഷയും പിന്നെ ഒരു 3/4 ബാറയ്ക്ക് മുറുവനും അര കുറിയലേശനും അടിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ അത്രമാത്രം മൊണ്ണത്തരം ഉണ്ടായിരിക്കണം. ഇനിയും ഇവിടെ ശാസ്ത്രീയമെന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. മനുഷ്യൻ്റെ ശരീരം അത് ഓർഗാനിക് മാറ്റർ ആണ്. ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഈ ഇവല്യൂഷനൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇനോർഗാനിക് മാറ്ററിൽ നിന്ന് എങ്ങനെയോ ഓർഗാനിക് മാറ്റർ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഞാൻ ശാസ്ത്രജ്ഞനല്ലേ അല്ല, അങ്ങനെ പറഞ്ഞോട്ടെ, എനിക്ക് അങ്ങനെ പറയുന്നവരുടെ വിരോധമൊന്നുമില്ല. എന്നാൽ അവർ പറയുന്ന ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. എന്താ ചോദിച്ചാൽ, ഈ മരിക്കുന്ന സമയത്തെ നമ്മൾ ഒക്കെ മരിക്കണമല്ലോ. ചില വിചാരം അവർ മരിക്കത്തില്ലെന്നാണ്. ഓരോരുത്തർ നടപ്പും നിപ്പും ഒക്കെ കണ്ടാൽ അവർ വെട്ടിപ്പിടിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ നിറവും വലിപ്പവും ഒക്കെ കണ്ടാൽ അവർ ഒരിക്കലും മരിക്കയില്ല. ദൈവം മരിച്ചാൽ അവർ മരിക്കയില്ല എന്ന വിധത്തിലാണ് ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ വസ്ത്രത്തിലൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ മരണസമയത്ത് ഈ ശരീരം എന്ന് പറയുന്നത് അത് ഈ ഇനോർഗാനിക് യൂണിവേഴ്സ്, അതായത് ഈ ജീവരഹിത പദാർത്ഥങ്ങളുടെ ഒരു പ്രപഞ്ചം, ആൻഡ് ഇനോർഗാനിക് യൂണിവേഴ്സ്, അതിൽ നിന്നാണ് ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാകുന്നതാണ് എവല്യൂഷനൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മരണസമയത്ത് ഈ ഓർഗാനിക് ശരീരം, ജൈവ ശരീരം ആ അജൈവ ശരീരം, ഇനോർഗാനിക് യൂണിവേഴ്സിലേക്ക് മടങ്ങിപ്പോകും. അത് വേദപുസ്തകം പറയുന്നുണ്ട്. ഈ അടുത്തയിടെ ഏതാണ്ട് ഒരാഴ്ച മുൻപ് എൻ്റെ മൂത്ത അളിയൻ്റെ ശവസംസ്കാരത്തിന് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവായ മിസ്റ്റർ കൂർ എബ്രഹാം കുര്യൻ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ തമ്പിച്ചായൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ ശവ സംസ്കാരത്തിന് ഞാൻ അപ്പം മാർത്തോമ സഭയിലാണ്, കുടുംബ കല്ലറയിലാണ് അദ്ദേഹത്തെ അടക്കിയത്. അപ്പോൾ ശവം വെച്ചിട്ട് പറയുന്നത്, നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് മടങ്ങിപ്പോകും. അപ്പം അത് എല്ലാവർക്കും സ്വീകാര്യമാണല്ലോ, ഞാൻ പറയുന്ന ആക്ഷേപമല്ലല്ലോ. അപ്പോൾ ഇതങ്ങ് തിരിച്ചു പോകും. അപ്പോൾ നാം ഈ ശരീരത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചാലും, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന ശരീരത്തിനായി നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകപ്പാടെയുള്ള കരുതൽ ശരീരത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഈ ശരീരം ഇങ്ങനെ താഴോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അന്തിമയാത്രയും ഈ ശരീരത്തിൻ്റെ കൂടെ നിങ്ങൾ താഴോട്ട് പോകുകയല്ലാതെ നിങ്ങൾ മേലോട്ട് പോകുകയില്ല എന്ന കൃത്യമായ ധ്വനി യേശുവിൻ്റെ വാക്കുകളിലുണ്ട്. മനസ്സിലാക്കാൻ ധൈര്യമുള്ളവർ അത് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പറയുന്നത്? ഞാൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 33 വരെയുള്ള വാക്കുകളെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. യേശു പറഞ്ഞതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം പോലും മാറ്റം വരുത്താതെ അതിനോടുള്ള പൂർണ്ണ സമർപ്പണത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴായ അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയെ പറ്റിയല്ലേ നാം അന്വേഷിക്കുന്നത്. ഈ തികച്ചും തറ കാര്യങ്ങളെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല.
അത് വന്ന് മോന്തയ്ക്ക് വീണോളും. ഇഷ്ടം പോലെ ചപ്പും ചവറുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അന്വേഷിക്കുന്നത് എപ്പോഴും ഉദാത്തമായ, ഔന്നത്യമേറിയ, മാഹാത്മ്യമേറിയ, അഭൗമമായ അവസ്ഥകളെ. ഇപ്പം ഉന്നതമായ ചിന്തകൾ അത് അന്വേഷിക്കണം. ഉന്നതമായ ആത്മീയമായ അവസ്ഥകൾ, സാധ്യതകൾ അത് അന്വേഷിക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയില്ലേ, ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദിസ് എർത്ത്, അതിനെ അതിജീവിച്ച് ഉന്നതമായ ഒരവസ്ഥ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ യേശു പറഞ്ഞു, വയലിലെ താമരയെ നോക്കുകയും. എന്താണ് ഈ താമരയുടെ പ്രത്യേകത? ഈ താമരയും ഈ ഭൂമിയിൽ വേരൂന്ന് നിൽക്കുന്നു എങ്കിലും അതിൻ്റെ ശ്രദ്ധ അങ്ങ് അകലെയുള്ള സൂര്യനിലേക്കാണ്. താമര ഉന്നതത്തിലേക്കാണ് വളരുന്നത്. അതിൻ്റെ മുഖം ഉന്നതത്തിലേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ അവസ്ഥയും അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊള്ളായിരുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നാം ഈ പന്നിയുടെ കൂട്ട് എപ്പോഴും താഴോട്ട് മാത്രം നോക്കി നടക്കുന്നവരാണ്. പക്ഷേ ഒറ്റ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, പന്നി നമ്മേക്കാൾ കുറച്ചുകൂടെ സ്വതന്ത്രമാണ്. കാരണം പന്നിക്ക് എവിടെയും അന്വേഷിക്കാം. ക്രിസ്ത്യാനി അവൻ ഏത് സഭ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു, ഡിനോമിനേഷണൽ കോമ്പൗണ്ടിലായിരിക്കുന്നു, അവിടെ മാത്രം മൂക്കും മുട്ടിച്ചിങ്ങനെ അന്വേഷിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. പക്ഷെ ഉയരത്തിലേക്ക് നോക്കുവാൻ, ഉന്നതമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അന്വേഷിക്കുവാൻ, അറിയുവാൻ, വളരുവാൻ അവന് സ്വാതന്ത്ര്യമില്ല. അപ്രകാരം ഒരു സ്വാതന്ത്ര്യം തൻ്റെ കീഴിലുള്ള കുഞ്ഞാടുകൾ മേൽ പതിക്കാതെ വണ്ണം ആധുനിക ഇടയന്മാർ വളരെ ജാഗരൂകത പാലിക്കുകയാണ്. സ്വന്തം ആടുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ കടപൂട്ടേണ്ടി വരും എന്ന വലിയ ഭീതിയിലാണ് ഈ ആത്മീയ ശ്രേഷ്ഠ ആചാര്യന്മാർ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ന്യായമായും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വലിയ കിടിലം ഉണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നരകത്തിലാണോ പോകുന്നത്, സ്വർഗത്തിലാണോ പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ചിന്താക്കുഴപ്പത്തിന് അല്പം പോലും ആവശ്യം ഇവിടെയില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് യേശുവിൻ്റെ പഠിപ്പീരുകളെയും വെളിപ്പെടുത്തലുകളെയും മാത്രം ഊന്നിയിട്ടാണ്. ലൗകികമായ ഒരറിവും കൊണ്ടല്ല. യേശുവിൻ്റെ പഠിപ്പീരുകളെ വേണ്ടതുപോലെ സ്വാംശീകരിച്ചതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ചില അറിവുകൾ ഞാൻ നിങ്ങൾക്കായി പകരുന്നു, അത്രമാത്രം. അപ്പം അതുകൊണ്ട് വ്യക്തമായി നമുക്ക് പറയാം, നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ അല്ല താഴോട്ട് പോകുമോ? ഒറ്റ കാര്യം നോക്കിയാൽ മതി. യേശു പറഞ്ഞു, നിങ്ങളുടെ നിധി എവിടെയാണ് അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കും. വേർ യുവർ ട്രഷർ ഈസ് there your heart will be also. മനോഹരമായ വാക്കുകൾ. നിങ്ങളുടെ നിധി എവിടെയാണ് അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ നിധി ഈ ഭൂമിയിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പന്നികളെ പോലെ ആയിപ്പോകും. ഈ ഭൂമിയിൽ മാത്രം നിങ്ങളുടെ മൂക്ക് ഒരച്ച് മുട്ടിച്ച് നിങ്ങൾ നടക്കും. അതിൻ്റെ ഗുണഫലം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നന്നേ പ്രതിബിംബിക്കും. ഇപ്പോൾ അനേക ആളുകളോടുള്ള ഇടപെടലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഇതൊരു ശ്രദ്ധേയമായ സത്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന അധപ്പതനം. അതിൻ്റെ കാരണം എന്താണ്? താഴോട്ട് പോകുന്ന കാര്യങ്ങളിൽ മാത്രമേ. ഇപ്പോൾ ധനം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരുത്തൻ യേശുവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരനോട് പറയണം സ്വത്ത് മാന്യമായിട്ടൊക്കെ വീതിക്കാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ യേശു ഒരു ഉപമയിൽ കൂടെ അവന് നല്ല ബുദ്ധി വരുത്താൻ ശ്രമിച്ചു. ധനികനായ ഒരു മനുഷ്യന് അവൻ്റെ ഭൂമി നന്നേ വിളവ് നൽകി അവന് ഈ വലിയ
വിളവൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. താഴെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ, ഈ ഹിന്ദു ലോകദർശനത്തിൽ പറയുന്ന പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ പിന്നെ അവൻ പുറപ്പെടുവിക്കുന്ന അവൻ്റെ ഭൗതികമായ സംഭാവന നമുക്കറിയാം. രാവിലെ പോയി നൽകുന്ന സംഭാവന നമുക്കവർക്കും അറിയാവുന്നതാണ്. അതിനപ്പുറത്തൊരു സംഭാവന അതൊന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെയല്ലേ ബഹുഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്നത്. നിങ്ങൾ ദയവായി ചിന്തിക്കുക. വലിയ വലിയ മാഹാത്മ്യം പറയുന്നു, ആത്മീയത പറയുന്നു. നമ്മളിൽ നിന്ന് എന്തെങ്കിലും നല്ല ഫലം പുറപ്പെട്ടതായി നമുക്ക് അവകാശപ്പെടാനുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഞാൻ 1000 തവണ ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ ഞാൻ ഉരുവിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം നല്ല ഫലം കായ്ക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നല്ല ഫലം ഒരാളെങ്കിലും അനുഭവിച്ച ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താല്പര്യം നമുക്കില്ല? സാധ്യതയില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ല. ഇതിൻ്റെ മറ്റൊരു സൂചന, മനോഹരമായ മറ്റൊരു സൂചന കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. താലന്തുകളുടെ ഉപമ. 3 ഭൃത്യന്മാരെ വിളിച്ച് 3 പേർക്കും താലന്തുകളാണ് കൊടുക്കുന്നത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് $1,00,000 വിലയാണ്. ചെറിയ തുകയൊന്നുമല്ല, ചെറിയ സമ്പത്തൊന്നുമല്ല. 2 പേര് ചെന്ന് അധ്വാനിച്ചു. അതിനപ്പുറത്ത് നൽകിയതിനപ്പുറത്ത് കയറി. 3-മത്തവനെ കൊണ്ട് കുഴിച്ചിട്ടു, താഴോട്ട് പോയി. അവൻ കുഴിച്ചിട്ടത് അവനെ ഏൽപ്പിച്ച താലന്ത് മാത്രമല്ല, അവൻ്റെ വ്യക്തിത്വത്തെയാണ് അവൻ കുഴിച്ചിട്ടത് എന്ന് മറന്നു പോകരുത്. നാം ഏവരും ഇപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഭക്തിയുടെ കവറും പണിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ശവടക്കത്തോട് വലിയ താല്പര്യം. ശവടക്കം ഫാമിലി സെപ്പൽക്കർ. ഏറ്റവും ഭംഗിയായി ശവസംസ്കാരം നടക്കണം. ഏറ്റവും ഭംഗിയായി ജീവിക്കണമെന്ന് എന്താ താല്പര്യമില്ലാത്തത്? ഏറ്റവും മാഹാത്മ്യത്തോടെ ജീവിക്കണമെന്ന് എന്താണ് താല്പര്യമില്ലാത്തത്? ജീവിക്കുമ്പോൾ ജീവിതം ഒരു ആഘോഷമാക്കണമെന്നതിനെപ്പറ്റി താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? മനസ്സെവിടെയാണ്? ആത്മാവ് എവിടെയാണ്? പന്നിയെപ്പോലെയാണോ? അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വയലിലെ താമരയെ നോക്കുവേൻ, അതിൻ്റെ മുഖം സൂര്യനിലേക്കല്ലേ? അതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയോടുള്ള താല്പര്യം അടിമത്വമാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ അവൻ്റെ വ്യക്തിത്വം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ. എപ്രകാരം താമര വിരിയുവാൻ സൂര്യനിലേക്ക് അതിന് തിരിയുമ്പോൾ അതിൽ കൂടെ സംഭവിക്കുന്നുവോ, അതുപോലെ തന്നെ മനുഷ്യ വ്യക്തിത്വവും ഒന്ന് വിടർന്നു കാണുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ഇരിക്കണം. Our personality should be turned towards God, who is the giver of all good gifts. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതിന് പകരം നിങ്ങൾ ഏത് ആചാരം കൊണ്ട് നടന്നാലും, എവിടെ കിടന്ന് കറങ്ങിയാലും, എന്തെല്ലാം ദാനധർമ്മം ചെയ്താലും, എത്ര കാത്തിരുന്ന് പ്രാർത്ഥിച്ചാലും, എത്ര ധ്യാനയോഗം കൂടിയാലും, എത്ര മെത്രാൻ്റെ കൈ നക്കിയാലും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. മനുഷ്യർക്ക് പ്രയോജനമുള്ളതിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ച് അവർക്ക് യാതൊരു പ്രയോജനവും ഒരു കാലത്തും വരാൻ സാധ്യതയില്ലാത്ത അർത്ഥശൂന്യമായ ആചാരങ്ങളിൽ മാത്രം മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം മനുഷ്യനിങ്ങനെ താഴോട്ട് നോക്കിയെങ്കിൽ മാത്രമേ അവനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾ അല്പം ഒന്ന് പരിഗണിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം മുതൽ അവസാനം വരെ ഓരോ വ്യക്തിയെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പന്നിയെ പോലെയുള്ള അവൻ്റെ അവസ്ഥയിൽ നിന്ന് അവനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് അവൻ്റെ മുഖം തിരിക്കുന്ന വിടുതലിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് യേശു ക്രിസ്തു നിർവഹിച്ചത് എന്ന് ഈ അന്ത്യകാലത്തെങ്കിലും തിരിച്ചറിയണമെന്ന് ഏവരോടും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെ ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ ഉപസംഹരിക്കട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ മനസ്സെവിടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ മനസ്സും ആത്മാവും നിങ്ങളുടെ വ്യക്തിത്വവും ഉയരത്തിലേക്ക് ആണ് തിരഞ്ഞിരിക്കുന്നത് എങ്കിൽ
നിങ്ങൾ നിത്യതയുടെ അവകാശികളാണ്. അല്ല, അത് കീപ്പോട്ടാണ്, പന്നിയെ പോലെയാണ് എങ്കിൽ സംശയിക്കേണ്ട. നിങ്ങൾക്കായി ഒരു നല്ല ചൂടേറിയ സ്വാഗതം, വോം വെൽക്കം എന്നൊക്കെ പറയത്തില്ല, വളരെ വോമായിട്ടൊരു വെൽക്കം കാത്തിരിപ്പുണ്ട് എന്നാണ് ഈ ഉള്ളവന് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. ഏതായാലും ദയവായി ശ്രദ്ധിക്കുക. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാകയാൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഉന്നതമായ അവസ്ഥയിൽ നിങ്ങൾ കാത്തു സൂക്ഷിപ്പീൻ. ഏവർക്കും നമസ്കാരം.